പൊന്നാനി കടപ്പുറത്ത് യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് ബുധനാഴ്ച പുലർച്ചെ 2:00-ഓടെ. 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ തൊട്ടടുത്ത് കിടത്തിക്കൊണ്ടായിരുന്നു കൊലപാതകമെന്നും പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 11:00-ഓടെയാണ് മുഹമ്മദും ഭാര്യ ഫാത്തിമയും ബീച്ചിലെത്തിയത്. ബീച്ചിൽ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്ന ശേഷം ഫാത്തിമയുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് ഷോൾ കഴുത്തിലിട്ട് മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ചെന്ന് ഉറപ്പായതോടെ സമീപത്ത് കിടന്നിരുന്ന പായയിൽ മൃതദേഹം പൊതിഞ്ഞു. നായ്ക്കൾ കടിച്ചു വലിക്കാതിരിക്കാൻ തലയുടെ ഭാഗം മണലിൽ കുഴിച്ചുമൂടി. സംഭവത്തിന് ശേഷം മുഹമ്മദ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളിയായ മുഹമ്മദ് 2 വർഷം മുൻപാണ് ഫാത്തിമയെ വിവാഹം കഴിച്ചത്. കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെയല്ല ഫാത്തിമയുമായി ബീച്ചിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇരുവരും രാത്രി ഏറെ സമയം ബീച്ചിലുണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സർക്കാർ നിർമ്മിച്ച പുനർഗേഹം ഭവന സമുച്ചയത്തിലെ ഫ്ളാറ്റിലാണ് ഇരുവരുടെയും കുടുംബങ്ങൾ താമസിക്കുന്നത്. വിവാഹശേഷം ഇരുവരും തമ്മിൽ കലഹം പതിവായിരുന്നുവെന്ന് അയൽക്കാർ പറയുന്നു. രാത്രി കുഞ്ഞിനെയും ഫാത്തിമയെയും കൂട്ടിയിറങ്ങിയ മുഹമ്മദ് ഇവരെ കടപ്പുറത്ത് ആരുമില്ലാത്ത ഭാഗത്തേക്ക് എത്തിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കടപ്പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ഇവർ കർമ്മ റോഡിന്റെ പരിസരത്തുണ്ടായിരുന്നതായും വിവരമുണ്ട്. അഴിമുഖത്തെ മണൽത്തിട്ടയ്ക്കടുത്ത് ഏറെ നേരം ഇരുന്ന് സംസാരിച്ച ഇവർ വാക്കുതർക്കത്തിലാവുകയും പിന്നീട് ഫാത്തിമയെ കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് വിവരം. കൊലപാതകത്തിന് ശേഷം കുഞ്ഞിനെയും എടുത്ത പുലർച്ചെ 3:00-ഓടെ ഇയാൾ പുനർഗേഹം ഭവന സമുച്ചയത്തിലെ ഫ്ളാറ്റിലെത്തി കുഞ്ഞിനെ തന്റെ ഉമ്മയെ ഏൽപ്പിച്ച് കടന്നുകളയുകയായിരുന്നു. ഇന്നലെ പകൽ തന്നെ മുഹമ്മദിനെ പരപ്പനങ്ങാടിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് പലപ്പോഴും ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മുഹമ്മദ് പലതവണ ഫാത്തിമയെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ പൊന്നാനി കടപ്പുറത്തെത്തിയ സ്ത്രീകളാണ് മൃതദേഹം ആദ്യം കാണുന്നത്. മൃതദേഹം തെരുവുനായ്ക്കൾ കടിച്ചു വലിക്കുന്ന നിലയിലായിരുന്നു. സംഭവസ്ഥലത്തെത്തിയ പോലീസിന് തുടക്കത്തിലെ അസ്വാഭാവികതകൾ ബോധ്യപ്പെട്ടിരുന്നു. യുവതിയെ തിരിച്ചറിഞ്ഞതോടെ മുഹമ്മദിന് വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തുകയായിരുന്നു. ഈസ്റ്റ് ലൈവ്, പൊന്നാനി. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.